ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ, ഈ നേരത്തെ ഫരീദാബാദിലടക്കം നടന്ന അറസ്റ്റുകൾക്ക് പിന്നിൽ ആരാണ്, എന്താണ് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സ്ലീപ്പർ സില്ലുകൾ എന്നാണ് നമ്മൾ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു വിഭാഗം. അതായത് ആക്റ്റീവായി മറ്റേതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇവർ പ്രൊഫഷൻ മേഖലയിൽ, അത് വൈദ്യമേഖലയിൽ ഡോക്ടർമാരായി, സർവകലാശാലകളിൽ അധ്യാപകരും ഗവേഷകരുമായി, ചില മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തകരായി. ബിൻ ലാദനിൽ നിന്നും, സവാഗിരിയിൽ നിന്നും, ബാഗ്ദാദിൽ നിന്നും ഇസ്ലാം എടുത്ത് മാറ്റിയാൽ അവരൊരു പക്ഷേ ഏറ്റവും മികച്ച വ്യക്തികളായി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ വരാൻ പോകുന്നത് നമ്മൾ ഇവിടെ നാട് ഇവിടെ. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. ചേട്ടാ, നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരേപോലെ ഇരിക്കുന്നല്ലോ എന്ന് പണ്ടാരോ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് ഈ 4 പേരും. ഒന്നാമത്തെ ആൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്, രണ്ടാമത്തെ ആൾ നിരീശ്വരവാദിയാണ്, മൂന്നാമത്തെ ആൾ ഒരു സാമുദായിക നേതാവായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാളാണ്, നാലാമത്തെ ആൾ സംഘപരിവാറാണ്. ഈ 4 പേരും വ്യത്യസ്ത രാഷ്ട്രീയമായിരിക്കെ തന്നെ അവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട്. അത് ഇസ്ലാമോഫോബിയ എന്നുള്ളതാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരെന്തൊക്കെയോ കയ്യേറാൻ വന്നവരാണ്, അതെന്തൊക്കെയോ അവകാശങ്ങളൊക്കെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മൾ എത്ര ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഇസ്ലാം ഉണ്ട്. ആ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ആക്രമിക്കാൻ പറയുന്നതല്ല, തീവ്രവാദം വളർത്തുന്ന ഒരു ആശയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവരെത്ര ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഭയക്കണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ എതിർക്കുന്നു എന്ന മട്ടിൽ മുസ്ലിം വിരുദ്ധത പടർത്തുക, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുക, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തമ്മിൽ തല്ലണം എന്ന് ചിന്തിക്കുന്ന പല വിധത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധത എങ്ങനെയാണ് പടർത്തുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ഡയലോഗ് TV ഫേസ് ടു ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.